അർജന്റീനയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക് എടുക്കാണ്ട മെസ്സി എത്തുന്നു. ലയണൽ മെസ്സിക്ക് ഇത് സ്കോർ ചെയ്യാൻ കഴിയുമോ? ഓ ലയണൽ മെസ്സി! അർജന്റീന അർജന്റീന നിനക്ക് സ്തുതി. റൊസാരിയോ നഗരമേ നിനക്ക് സ്തുതി. ഫുട്ബോളിന്റെ മഷിഹായെ പോറ്റി വളർത്തിയതിന് മനുഷ്യ ശരീരത്തിൽ ദൈവത്തിന്റെ കരമുള്ളവൻ സാക്ഷാൽ മറഡോണ ആകാശങ്ങളിൽ നിന്ന് ആശീർവദിക്കട്ടെ ഈ ലയണൽ മെസ്സിയെ. ഈ കാലുകളല്ലേ ഡോക്ടർമാർ ചലിക്കില്ല എന്ന് പറഞ്ഞത്? അതേ കാലുകൾ കൊണ്ട് ഇവിടെ ഇന്ദ്രജാലം തീർക്കുന്നു. ഒരിക്കൽ കൂടി the magical magician ലയണൽ മെസ്സി. 2021 കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ ഇക്വഡോറിനെതിരെ ലയണൽ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ പിറന്നതാണ്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകളാണ്. ആദ്യം 94, പിന്നീട് 1998 ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട എന്ന ബാറ്റി ഗോൾ. ആ ബാറ്റി ഗോളിനെ കണ്ടാണ് അർജന്റീനയോട് എനിക്ക് ഇഷ്ടം കൂടുതൽ. പിന്നീട് ലയണൽ മെസ്സി എന്ന ആ സ്വർണ്ണമുടിക്കാരനെത്തിയപ്പോൾ ആ ഇഷ്ടത്തെ പശയിട്ടങ്ങുറച്ചു. 4 തവണ മെസ്സിഹ തല കൊലിച്ച് നടന്നപ്പോഴും കണ്ണു നിറഞ്ഞാണ് TV ഓഫാക്കിയത്. പക്ഷേ കഴിഞ്ഞ തവണ ഖത്തറിൽ ലോകത്തിന്റെ അമീറായി ലയണൽ മെസ്സി വാഴ്ത്തപ്പെട്ടപ്പോൾ ആ കമന്ററി ബോക്സിലിരുന്ന് അത് വിവരിക്കാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ തന്നെ അമൂല്യ നിമിഷം. എന്നും അർജന്റീനയ്ക്കൊപ്പമാണ്, ഇത്തവണയും അങ്ങനെ തന്നെ. പക്ഷേ ലോകകപ്പ് എന്ന മാമാങ്കത്തിന് വിസിൽ മുഴങ്ങുമ്പോൾ ഓരോ ആരാധകനും ഓരോരോ സ്വപ്നങ്ങളുടെ പന്തുമായി ഇങ്ങനെ ഉരുളാൻ തുടങ്ങും. ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, എംബപ്പെ, ലാമിൻ യമാൽ, പല നിറങ്ങളാണ് ആ സ്വപ്നങ്ങൾക്ക്. എല്ലാ സ്വപ്നങ്ങളും ഒരുമിച്ച് പൂവണിയില്ലല്ലോ. ഓരോ ഫുട്ബോൾ പ്രേമിക്കും ആശംസകൾ മാത്രം നേർന്നുകൊണ്ട് തുടങ്ങുകയാണ് ഫുട്ഗോളം. സ്വാഗതം. ഫിഫ ലോകകപ്പിന് പന്തുരുളാൻ അതിന്റെ കിക്ക് ഓഫിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഏതാണ്ട് ഇന്ത്യൻ സമയം 10 ഉദ്ഘാടന ചടങ്ങുകൾ മെക്സിക്കോയിൽ ആരംഭിക്കും. അതിനുശേഷം 12:30 ആദ്യ വിസിൽ മുഴങ്ങും ഈ ലോകകപ്പിന് തുടക്കമിട്ടുകൊണ്ട്. ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയാണ് നേരിടുന്നത് ആദ്യ മത്സരത്തിൽ. ഫുട്ബോളിന്റെ ആവേശം അതിനി വരും ദിവസങ്ങളിൽ ഗിയർ മാറ്റി കയറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മോടൊപ്പം അതിഥികളുണ്ട്. നമ്മോടൊപ്പം ബിനീഷ് കിരൺ, മുൻ കേരള ക്യാപ്റ്റൻ, ഒപ്പം ഫുട്ബോളർ ഗിഫ്റ്റി ഗ്രേഷ്യസ് സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ട്. ഗിഫ്റ്റി, വെൽക്കം. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. അപ്പോൾ ബിനീഷ് കിരണുണ്ട് നമ്മോടൊപ്പം അവിടെ കണ്ണൂരിൽ നിന്ന്. ഞാൻ ആ ഗിഫ്റ്റിൽ തന്നെ ടീം ഏതാന്ന് പറ. ഞാൻ കടുത്ത അർജന്റീന ആരാധകനാണ്. ഈ മെസ്സി എന്ന് പറഞ്ഞാൽ അത്ര വികാരമുള്ള ഒരു മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് 2010 ഞാൻ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് കണ്ടു തുടങ്ങുന്നത്. പക്ഷെ അന്ന് ജർമ്മനിയോട് തോറ്റു. പക്ഷെ അതിന് ശേഷം ആയാലും നമ്മൾ വർഷങ്ങളോളം സെമി ഫൈനലുകളിൽ കോപ്പ അമേരിക്ക തോറ്റു, വേൾഡ് കപ്പ് തോറ്റു. വേൾഡ് കപ്പ് ഫൈനലിൽ ഞാൻ തോക്കുമ്പോൾ എൻ്റെ തല ഞാൻ മുട്ട അടിക്കുന്നു പെറ്റി വെച്ചിട്ട് മുട്ട വരെ അടിച്ച് മനുഷ്യനാണ്. മെസ്സിക്ക് വേണ്ടി ആണ്. അപ്പൊ അത്രയ്ക്ക് മെസ്സിനോട് ഇഷ്ടമുള്ള ഒരു ആളാണ് ഞാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് മെസ്സി 2022 വേൾഡ് കപ്പ് അടിച്ചു. അത് ഈ കൊല്ലം ഇനി മെസ്സിക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു പ്രഷറും ഇല്ല, കൂളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പാണ്. പലതും ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. ഈ USA ഏറ്റവും ഒടുവിൽ ലോകകപ്പ് നടന്നപ്പോൾ 94 അന്ന് ഒട്ടും അർജന്റീന ആരാധകർക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത ലോകകപ്പാണ്. അന്നുണ്ടായത് എന്തൊക്കെയാണ്? മറഡോണയെ ഡോപ്പിങ്ങിൽ വിവാദമുണ്ടാവുന്നു. അതായത് മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തു ഉപയോഗിച്ചത്. ആകെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ബാറ്റിസ്റ്റൂട്ടയുടെ ചില ഗോൾ, ഒരു ഹാട്രിക് ഉൾപ്പെടെ 4 ഗോളുകൾ ബാറ്റിസ്റ്റൂട്ട നേടിയതാണ്. അതിനപ്പുറത്തേക്ക് അർജന്റീന ഒരുപക്ഷെ 94 ലോകം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ജനിക്കുന്നത് 99 ഓക്കെ. അപ്പൊ ആദ്യത്തെ ലോകകപ്പ് ഓർത്ത് കണ്ടത് 2010 ഒരു ഓർമ്മയുള്ളത്. ഓക്കെ, ശരി. അപ്പൊ മെസ്സി ഒരു ലോകം കളിച്ചിട്ടിരിക്കുക. 2006 കളിച്ചിട്ട് വരുന്ന സമയം 10 തൊട്ടാണ് നമുക്കൊന്ന് മനസ്സിലായി തുടങ്ങുന്നത്. ശരിക്കും ലോകകപ്പിന്റെ ഒക്കെ ഒരു ആവേശം എന്താന്നുള്ളതും നാട്ടിൻപുറത്തുള്ള നമ്മളൊരു വീടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ആവേശമാണ്. ആൾക്കാർ കളി കാണുന്നത് രാത്രിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നും ഭയങ്കര ഫ്ലെക്സ് ഒക്കെ വെച്ച് അത് ഇന്നും ഉണ്ട്. ഇന്നും അവിടെ ഓരോ ആഘോഷങ്ങളിലാണ്. അത് വളരെയധികം രസമാണ് അവിടുത്തെ. അപ്പൊ ഗിഫ്റ്റ് ഇങ്ങനെ ഈ ഫുട്ബോളിലേക്ക് വന്ന് ഈ ലോകകപ്പിന്റെ ഒക്കെ ആവേശമൊക്കെ കണ്ട് അങ്ങനെ ഒരു തരത്തിലാണോ? അങ്ങനെയല്ല, ഫാദറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കളിക്കാരനാക്കണം എന്ന്. അപ്പൊ അങ്ങനെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട് ഫാദർ ഒരു കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫാദറിൽ എന്നലൂടെ ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വരുന്നത്. ഫുട്ബോളറായി അങ്ങനെ കേരളത്തിന്റെ പ്ലെയറായി മാറി ഗിഫ്റ്റി ഈ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. എന്തായാലും ഗിഫ്റ്റി, ഈ
ഈ ഫാൻ ഫൈറ്റുകളാണല്ലോ ഏറ്റവും പ്രധാനം കേരളത്തെ സംബന്ധിച്ച്. ഇന്ത്യ കളിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഓരോ രാജ്യങ്ങളായി മാറുകയാണ് ഈ 40 ദിവസങ്ങളിൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ അർജന്റീന എന്ന് പറഞ്ഞ പോലെ ഈ കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പേർ, അതായത് ബെൽജിയം ഉണ്ടാകാം, ഇംഗ്ലണ്ട് ഉണ്ടാകാം, അങ്ങനെ ഒരുപാട് സംഘങ്ങളായി തിരിഞ്ഞ് മത്സരിക്കുന്നു. പക്ഷെ ഇത്തവണ പതിവ് ആവേശമില്ല എന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ടീമുകളിലെ മെയിൻ കളികൾ വരാൻ വെയിറ്റ് ചെയ്യണം? ഇപ്പോൾ അത്ര വലിയ മരണ ഗ്രൂപ്പുകൾ വളരെയധികം കുറവാണ്. കളികൾ അത്ര ഇപ്പോൾ ഒരു ഫ്രാൻസ്, മൊറോക്കോ, പിന്നെ അങ്ങനെ കുറച്ച് ഗെയിമുകളേ ഉള്ളൂ. പക്ഷെ പഴയ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു 2-3 മെയിൻ ടീമുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഓഫ് 32 തൊട്ടിട്ടാണ് നമുക്കൊരു കളീൻ്റെ ഒരു ടൈറ്റ് വരാൻ പോകുന്നത്. അതുവരെ ചിലപ്പോൾ അട്ടിമറികൾ ഉണ്ടാവാം, പക്ഷെ എന്നാലും ഒരു കളിക്കൊരു ചൂട് ആയി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷേ ആൾക്കാർ പറയുന്നത് ഒരു ആവേശം കുറവാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആവേശം എന്ന് പറഞ്ഞാൽ അർജന്റീനയും ബ്രസീലുമാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി കപ്പ് കിട്ടിക്കഴിഞ്ഞു അർജന്റീനയ്ക്ക്. അപ്പൊ അർജന്റീനക്കാർക്ക് ഇതൊരു പ്രഷർ ഇല്ലാത്ത വേൾഡ് കപ്പാണ്. വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ പ്രഷർ അടിച്ചായിട്ടാണ് കളി കാണുന്നത്. ഇതൊരു ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് അർജന്റീനയ്ക്ക് ഉറപ്പായിട്ടും അർജന്റീന പ്രഷർ ഉണ്ടോന്ന് ഉണ്ട്. പക്ഷെ ഈ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തണം. പക്ഷെ എന്നാലും ഒരു കൂളാണ്. ഓൾറെഡി മെസ്സി കപ്പ് എടുത്തു, എല്ലാ ഫുട്ബോളും എല്ലാം കംപ്ലീറ്റഡ് ആയി. ഈ മെസ്സിന്റെയും റൊണാൾഡോയുടെയും നെയ്മറുടെ കാര്യം പറയുമ്പോഴാണ് എന്താണ് അവർക്കൊരു മേ ബി ലാസ്റ്റ് വേൾഡ് കപ്പ് ആവാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ പഴയൊരു വേഗത്തിൽ അവർക്ക് ഈ അപ്പോൾ യമാലിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് യുവതാരങ്ങളുടെ ഒപ്പം ഓടിയെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്ന് കരുതാം. ഉണ്ട്, തീർച്ചയായിട്ടും. അവർ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓരോ ടൈമിൽ ഇപ്പോൾ മെസ്സി ആണെങ്കിലും അവർ പ്രൈമിൽ കളിച്ച പോലെ അല്ല ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ കളി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേമ്പേ ബോൾ പാസ് ചെയ്ത് കളിക്കുന്നുണ്ട്, ആവശ്യമുള്ള സമയത്ത് ഡ്രിബിൾ ചെയ്യുന്നു, അനാവശ്യ സമയത്ത് ഡ്രിബിൾ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കളി തന്നെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് എവിടെയാണ് എന്താ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ അത്ര എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ പിന്നെ അതിനനുസരിച്ച് നല്ല ടീമാണുള്ളത്. രണ്ടുപേരെ കൂട്ടത്തിലും നല്ലൊരു സ്ട്രോങ് ടീമാണുള്ളത്. അപ്പോൾ ഇവർ സത്യത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷനാണ്. ഒരു എക്സ്ട്രാ ബൂസ്റ്റിന് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ടീമിലുള്ളത് തന്നെ. അതൊരു മൊറയിലാണ്. അതെ, ഒരു അതാണ് പ്രധാനപ്പെട്ട. എന്തായാലും ഗിഫ്റ്റ് സൂചിപ്പിച്ച പോലെ ആ ഒരു ഊർജ്ജം ഉണ്ടാകും. എന്നാലും നമുക്ക് ഈ ആരാധകർ അതിങ്ങ് കേരളത്തിലും അത് ഗംഭീരമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ ആരാധകരുടെ ഒരു തിളക്കം നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് ലോകവേദികളിലൊക്കെ. അത് ഫിഫയും അർജന്റീന ടീമും ബ്രസീൽ ടീമും ഒക്കെ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. കൊച്ചിയിൽ ഇന്ന് കണ്ട ചില ദൃശ്യങ്ങളുണ്ട്. കൊച്ചിയിൽ ഇന്ന് വൈകിട്ട് വലിയൊരു വിഷ്വലായിരുന്നു. പ്രത്യേകിച്ചും കറുകപ്പള്ളി ഭാഗത്ത് എല്ലാ ടീമിന്റെയും അംഗങ്ങൾ നടത്തിയ ഒരു വൻ കാർണിവൽ, വൻ ജാഥ തന്നെ നടത്തി. ഡാനി പോൾ റിപ്പോർട്ട്. കാൽപന്ത് കളിയുടെ ലോകകപ്പിന്റെ വലിയ ആവേശം തന്നെയാണ് എവിടെയും നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് പലയിടങ്ങളിലും ഇതുപോലുള്ള ഈ ഫാൻ ഷോകൾ നടക്കുന്നു. നമ്മൾ എറണാകുളത്ത് കലൂരിലെ കറുകപ്പള്ളിയിലാണുള്ളത്. ഇവിടെ DRKKയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികളാണ്. വലിയ രീതിയിൽ അത് ലോകകപ്പ് ഒരു ഉത്സവമാക്കി മാറ്റുകയാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ? ഇവിടെ ഇപ്പൊ ബിഗ് സ്ക്രീനാണ് ഒരുക്കിയേക്കണത്, ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കണാണ്. DRKK കറുകപ്പള്ളി ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മ. എന്തായാലും നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ വഴിയിലാണ് ബിഗ് സ്ക്രീനാണ് ഒരുക്കിയേക്കണത്. എല്ലാ ആളുകൾക്കും വരാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അർജന്റീന കപ്പടിക്കും. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായിട്ട് അർജന്റീന വീണ്ടും കപ്പടിക്കും എന്നുള്ളത്. ടിക്കറ്റ് എടുത്തേക്കണ തിരിച്ചു പോകാനുള്ള അത് ഞങ്ങൾ കാണിച്ചു തരാം. അത് എന്തായാലും നിങ്ങൾക്ക് പറയുന്നത് പോലെ ആദ്യത്തെ ബ്രസീലിന്റെ കളി ആരാന്നുള്ള എല്ലാവർക്കും അറിയാലോ. മൊറോക്കോ ആയിട്ട് ഇവിടെ 5 നക്ഷത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഇത് 6ാമത്തെ നക്ഷത്രമാണ് വരാൻ പോണത്. ചിലവർക്ക് 3 നക്ഷത്രം ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ നേരത്തെ 5 അടിച്ചു കഴിഞ്ഞു. അതാണ് അവർക്ക് കിട്ടാത്തതിന്റെ ഒരു ഇതുണ്ട്. നക്ഷത്രം അത് കണ്ടോ? ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങള് വിട്ടുകൊടുക്കൂല. ഈ അതൊന്നും തറക്കൂല. വിഷമം കാണുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. ഇപ്രാവശ്യം വേൾഡ് കപ്പ് നെയ്മർ മോന്റെ വൺ ലാസ്റ്റ് ഡാൻസ് ആണ് ഈ പ്രാവശ്യം. എന്തായാലും പോർച്ചുഗൽ സ്കോർ അടിപൊളിയാണ്. എന്തായാലും
നമുക്കറിയാം ഇവരൊക്കെ പല കഥകളും പറയും. ഒറ്റക്ക് വന്നു ഒറ്റക്കാട് പറയല്ല, സാലിക്കട പൊക്കിക്കൊണ്ടിരും. അതുള്ളൂ ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ കപ്പുണ്ട്. ടീം തന്നെ റൊണാൾഡോനെ ഇതിപ്പോ എല്ലാവർക്കും ആഗ്രഹിക്കാം. പക്ഷെ 5ാമത്തെ കപ്പ് കൊണ്ട് ജർമ്മനിയുടെയാണ് ഈ പ്രശ്നത്തെ കപ്പ്. വലിയ ആവേശം തന്നെയാണ്. ഫാൻസുകൾ അവരെ ചേരി തിരിഞ്ഞുള്ള വലിയ ആഘോഷങ്ങൾ തന്നെയാണ്. ഫുട്ബോളിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ടീം അങ്ങനെ കളിക്കുന്നില്ലെങ്കിലും വലിയ ആഘോഷത്തോടു കൂടി ഓരോ രാജ്യത്തിന് വേണ്ടിയും ആർപ്പ് വിളിക്കുമ്പോൾ ഫുട്ബോൾ എന്നത് വലിയ ഉത്സവമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും കൊച്ചിയുടെ തെരുവുകൾ വളരെ സജീവമാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാലി പോൾ, ന്യൂസ് 18. ഈ ഉത്സവം അതിങ്ങനെ നീണ്ടു നിൽക്കും. ഇത്തവണ പതിവിൽ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. ഗിഫ്റ്റി, ഈ ദിവസങ്ങളുടെ എണ്ണം കൂടുന്നത് അത് സന്തോഷകരമാണോ? പക്ഷേ അത് ആ ടൂർണമെന്റ് ലെങ്ത് കൂടുമ്പോൾ ആവശ്യം കുറയുന്നു. ഇല്ല, ഇത്രയും കൂടുമ്പോൾ നമുക്ക് കുറച്ചു കാലം കൂടി ഇതൊന്ന് കാണാൻ പറ്റൂല, ഇവരെയൊക്കെ കളിക്കുന്നവരൊക്കെ. അപ്പം ഉറക്കം 2 മാസമല്ല, അത് പോയാലും കുഴപ്പമില്ല. ഈ 4 വർഷം കൂടുമ്പോൾ അല്ലേ ഇതുള്ളൂ. ഇനി അടുത്ത 4 വർഷം വെയിറ്റ് ചെയ്യണം. ഇനി മെസ്സി, റൊണാൾഡോ, നെയ്മർ ഉണ്ടോന്ന് പോലും അറിയത്തില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര സന്തോഷമാണ്. ഇത്രയും വികാരമാണ് കേരളത്തിലെ ഓരോ മലയാളികളും. നമ്മൾ ഇന്ത്യ കളിക്കുന്നില്ലേ പോലും അവർ എത്രയോളം ഫ്ലെക്സുകൾ 600 അടി 400 അടി മത്സരിക്കുകയാണ് ആൾക്കാർ. അപ്പം ഇത്രയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഫുട്ബോൾ കൊണ്ട് ഒരു വികാരം കൊണ്ടാണ്. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗിഫ്റ്റ് സൂചിപ്പിച്ച പോലെ ഉറങ്ങാനൊക്കെ നമുക്ക് ഇനി സമയമുണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ തൽക്കാലത്തേക്ക് നമുക്ക് ഉറക്കം മാറ്റിവെച്ച് ഫുട്ബോളിൽ മയങ്ങാം, ഫുട്ബോളിനെ മാത്രം നോക്കി ഇരിക്കാം എന്നാണ് ഫുട്ബോൾ ആരാധകർ പറയുന്നത്. അത് തന്നെയാണ് ലോകത്ത് എപ്പോഴും കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ വളരെ വേഗത്തിൽ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബിനീഷ് കിരണും ചെയ്യും. ഈ ഗോളം ഫുട്ബോൾ എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങുകയാണ്. അങ്ങനെയാണ് ഫുട്ഗോളം ഉണ്ടാകുന്നത്. ഗോളാരവത്തിൽ ഫുട്ഗോളം. അപ്പോൾ ഈ ഫുട്ബോളത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഗിഫ്റ്റിയെ സ്വാഗതം ചെയ്തു. ഗിഫ്റ്റി, എനിക്കിനി അറിയേണ്ടത് ഒരു കാര്യമാണ്. ആരായിരിക്കും ഒരു നെക്സ്റ്റ് ജനറേഷൻ മെസ്സി, റൊണാൾഡോ അത്തരത്തിലേക്ക് ഉയരാൻ സാധ്യത ഇപ്പോഴത്തെ ഒരു സ്ക്വാഡുകൾ? ഇപ്പോൾ തന്നെ നമ്മുടെ ഒലീസിയ ഉണ്ട്, അതേപോലെ തന്നെ ഫ്രഞ്ച് ലീഗിലെ, അതേപോലെ ഇപ്പോൾ യമാലാണെങ്കിലും അതുപോലെ ബ്രസീലിലെ റഫീഞ്ഞ ആണെങ്കിലും എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്, നല്ല രീതിയിൽ കളിച്ചു വരുന്നുണ്ട്. ഒലീസിയ തന്നെ അണ്ടർ റേറ്റഡ് പ്ലെയറാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പോടെ ചിലപ്പോൾ അവൻ്റെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത്. ബാലൻഡിയോറിനൊക്കെ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ മറ്റേ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ട് ഫ്രാൻസിന് ഇപ്പോൾ തന്നെ സൗഹൃദ മത്സരത്തിൽ 3 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഫ്രാൻസിന് വേണ്ടി. അപ്പോൾ അത്രയധികം നല്ല ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സാധ്യതയുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ സ്പെയിൻ്റെ ആണെങ്കിൽ ഫെഡ്രി ഉണ്ട്. ഫെഡ്രിയൊക്കെ മിഡ്ഫീൽഡിൽ ഒരു മജീഷ്യനെ പോലെ തന്നെ ഒരു ഭാവി അടുത്ത ഇനിയസ്റ്റ എന്നാണ് ഫെഡറിയെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ പാസുകളാണെങ്കിലും അത് തന്നെ ഈ ഡിഫൻസ് ബ്രേക്കിംഗ് പാസുകളൊക്കെ ഭയങ്കര വിഷനോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വളർന്നു വരുന്നതിൽ ഒരു മെസ്സി, റൊണാൾഡോ ഇപ്പോൾ ഗോൾ അടിപ്പിക്കാനാണെങ്കിലും ഗോൾ അടിക്കാൻ ആ റേഞ്ചിലോട്ട് എത്താൻ പറ്റുന്ന പ്ലേയേഴ്സുകളാണ് ഇവരൊക്കെ തന്നെ. റൈറ്റ്, അതാണ് എന്തായാലും ഗിഫ്റ്റ് സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻ്റ് ആണ് നടക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇനി ഒപ്പം തന്നെ കേരളത്തിലും ആവേശം അത് അതിഗംഭീരമായി തന്നെ നിലനിൽക്കുകയാണ്. ഞാൻ ഇനി മലപ്പുറത്തെ പറ്റിയൊക്കെ പറയാണ്ട് അങ്ങനെ പോകാൻ പറ്റും ലോകകപ്പ് എന്നുള്ളതാണ്. ഈ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ആരാധകർ തമ്മിൽ വലിയ പോരാട്ടമാണ് എപ്പോഴും മലപ്പുറത്ത്, അല്ലേ? അപ്പോൾ ഈ എടക്കര മുണ്ടയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ബ്രസീൽ ആരാധകർ 400 അടി നീളമുള്ള ഫ്ലെക്സ് വെച്ചു. എല്ലാവരും കണ്ടു. എങ്കിൽ പോലും അർജന്റീന ആരാധകർ അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? 600 അടിയിലേറെ നീളമുള്ള ഫ്ലെക്സ് സ്ഥാപിച്ചാണ്. കേരളത്തിൽ ഇതുവരെ സ്ഥാപിച്ചതിൽ ഏറ്റവും വലിയ ഫ്ലെക്സ് ആണ് ഇതെന്നാണ് അർജന്റീന ആരാധകർ അവകാശപ്പെടുന്നത്. ഇനി അതിന് മറുപടിയായി 700 അടി ഫ്ലെക്സ് വെക്കുമെന്നാണ് ബ്രസീലിയൻ ഫാൻസിന്റെ റിപ്ലൈ. CV അനുഭവ റിപ്പോർട്ടാണ്. ലോകകപ്പിന്റെ ആവേശമൊക്കെ ഇങ്ങ് മലപ്പുറത്താണ്. മലപ്പുറം മുണ്ടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുണ്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും വലിയ അർജന്റീനയുടെ ഒരു ഫ്ലെക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് പുറകിൽ തന്നെ കാണാൻ കഴിയും. 600 അടിയിലേറെ നീളം വരുന്ന അർജന്റീനൻ ഫ്ലക്സ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ എവിടെയും ഒരുപക്ഷെ രാജ്യത്ത് തന്നെ എവിടെയും ഉണ്ടാവില്ല ഇതുപോലെ ഒരു ആവേശം, ഒരു ആരാധന നമുക്ക് പറയേണ്ടി വരും. ഇതിന് പിന്നിലുള്ള അർജന്റീനിയൻ ഫാൻസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
ഒരു അത്ഭുതമായിട്ടാണല്ലോ നമ്മളിത് കാണുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതം തന്നെയാണ്. അതെല്ലാവരും ഇപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അറിയാം. ഇതിന്റെ ചെറിയൊരു പ്രശ്നം എന്താ അറിയോ, ഇത് പ്രായമായവർക്കൊന്നും ഒറ്റയ്ക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. ഒരു ഓട്ടോറിക്ഷ വിളിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അതിന് ഞങ്ങൾ പ്രായമായവർ ക്ഷമ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത് എന്താ വെച്ചാൽ ഇടം നേടി എന്നുള്ളത് ഒരു സംശയമല്ല. ഈ നേരം ആയപ്പോൾ തന്നെ മില്യൺ കണക്കിന് റീച്ചസ് പോയിട്ടുണ്ട്. ഇനി ഇത് എല്ലാ ചാനലുകളും എത്തുന്നുള്ളൂ. നിങ്ങളിവിടെ ആദ്യം എത്തിയിട്ടുണ്ട്, സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഞങ്ങളെ മുണ്ടന്റെ പ്രവർത്തകർ, അവരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ 4 മണി 5 മണിക്കാണ് ഓരോരുത്തർ ഇവിടുന്ന് പോയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കുറഞ്ഞ ആൾക്കാർ ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഒരു 100 ആളെ ഞങ്ങൾ നിങ്ങളെ കണക്കിൽ എത്ര അടിയിട്ട്? ഇത് 600+ ആണ്. ഞങ്ങൾ കറക്റ്റ് അളന്നിട്ടില്ല. അതായത് പിന്നെ അതെ നമ്മൾ പറയണത് എന്താ വെച്ചാൽ ഇത് സംശയമുള്ളവർ തീർക്കാം. ആർക്കും വന്ന് അളക്കാം. ടേപ്പ് ഇവിടെ ഫ്രീ ആണ്. ആർക്കും നിന്ന് വന്ന് അളക്കാം. 600-ൽ കുറവുണ്ടെങ്കിൽ അവര് പറയുന്നത് ഞങ്ങളാണ് കേൾക്കണം. എങ്ങനെയുണ്ട്? ഇതൊരു മത്സരം പോലെ വെച്ചാണോ? അതേ മത്സരം പോലെ വെച്ചാൽ നമ്മൾ ആദ്യം 350 അടിയായിരുന്നു ഇവിടെ വെച്ചിരുന്നത്. അതിനുള്ള ഫ്രെയിമും കവുങ്ങൊക്കെ വെച്ച് സെറ്റായി. അതിനുശേഷം മുണ്ടയിൽ തന്നെ ബ്രസീൽ ഫാൻസ് 400 അടി വെച്ചു. അപ്പം നമ്മൾ ആ വെച്ച കവുങ്ങൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പം 600+, 600 സംതിങ് ആണ് ഇപ്പം നിലവിൽ. ഇത് ആർക്കും വന്ന് അളക്കാം. ഇതിൽ ഏറ്റവും വലിയ 600 അടി ഉണ്ട്. ആർക്കും വന്ന് അളക്കാം. ഉണ്ടാക്കിയ ആളാണ് ഞാൻ ഇതിന്റെ ഫ്രെയിം. പക്ഷെ അതിന് പുറത്ത് എല്ലാ സ്ഥലത്തും വെച്ചത് 10 അടി ഹൈറ്റ്, 8 അടി ഹൈറ്റ് ആണ്. ഇത് 12 അടി ഹൈറ്റ് ആണ്. അതും ആർക്കും അളക്കാം. 12 അടി ഹൈറ്റ് ടു 600. 7200 സാധനം ഉണ്ട് മിനിമം. അതിൽ കൂടുതൽ അതൊക്കെ കുറയില്ല. നമുക്ക് ഇതിപ്പോ എത്ര ചെലവ് വന്നിട്ടുണ്ടാവും? ഇതിന് 2 ലക്ഷത്തിന് മുകളിൽ ഇതിന് ചെലവ് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പണിക്കൂലി നമുക്ക്, അതായത് നമുക്ക് എല്ലാം ഫ്രീ, എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തത് ജാഫർ ആണ്. എത്ര ദിവസത്തെ 10 ദിവസത്തിന് മുകളിലായി ഇതിന്റെ പിന്നാലെ നമ്മൾ നടക്കുന്നത്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം ഉണ്ട്. ഇത് മെസ്സിയുടെ ഒരു ലൈക്ക് ഇതിന് കിട്ടണം എന്നുള്ളൊരു ആവേശത്തിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതിനപ്പുറം കളി തുടങ്ങാൻ പോകണല്ലോ. അർജന്റീനയുടെ ജയത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഒരു സംശയമല്ല. ജയത്തിൽ നല്ല ഇപ്രാവശ്യം കപ്പ് തൂക്കിയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ എടുത്തു പറയാനുള്ളത് ഇത് ഏകദേശം 60,000 രൂപയുടെ പണിക്കൂലി വരും. അത് ഞങ്ങളെ പ്രസിഡന്റ് മുത്തുമണിയാണ് ഞങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ചെയ്ത് നിൽക്കണേ. ഇത് ഞങ്ങളെ സ്പിരിറ്റിന്റെ ഭാഗമായിട്ട് 3 ലക്ഷത്തിന് മേലെ വരും. ഇത് പണിക്കൂലി കൊടുക്കുകയാണെങ്കിൽ 3-3.5 വരും. നമ്മൾ അതൊക്കെ ഫ്രീ അല്ലേ. പിന്നെ എല്ലാവരും പ്രവർത്തകരൊക്കെ ഒരുമിച്ച് നല്ല കട്ടത്തപ്പോൾ കവുങ്ങ് കൊണ്ടുവരാനായാലും എങ്ങനെയാ ഫ്ലക്സുകൾ ഓരോ ഇതിലും പ്രിന്റ് എടുത്ത് ഒട്ടിച്ച് ഒക്കെ ഇവിടെ വന്നിട്ടാണ് ഒട്ടിച്ചത്. ഒട്ടിച്ച് കൊടുക്കുന്നൊക്കെയല്ല, ഇവിടെ വന്നിട്ട് ഫ്രെയിം ജോയിന്റ് ചെയ്തതിനു ശേഷമാണ് ഒരുമിച്ച് ഒട്ടിച്ചേക്കാണ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് കയറ്റി വെക്കണം. അതിന്റെ വീഡിയോ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു വലിയ മത്സരമാണല്ലോ ബ്രസീലും അർജന്റീനയും തമ്മിൽ ഫ്ലക്സിന്റെ കാര്യത്തിൽ. സ്വാഭാവികമായിട്ടും കളിക്കളത്തിലുള്ള മത്സരം തുടങ്ങാൻ പോവാണ്. ബ്രസീലുകാരും ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് എത്തണം. ഞങ്ങൾ സത്യത്തിൽ ഫസ്റ്റ് ഞങ്ങൾ മത്സരിച്ചത് പാലക്കാടിനോടാണ്. പാലക്കാടുകാർ ഇത് തൂക്കി ഫുട്ബോളിന്റെ മക്കാർ ഞങ്ങൾ വെറുതെ വെക്കാൻ പറ്റുമോ? അത് ഞങ്ങൾ 350 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ ബ്രസീലുകാർ ഞങ്ങൾ ചൊറിഞ്ഞു ഒരു 400 അടി വെച്ചാണ്ട്. അപ്പൊ ഞങ്ങൾ കയറിയാണ് മാന്തി 600 അടിയാക്കി. അപ്പുറത്തേക്ക് ഞാനും ഉണ്ടാവില്ലല്ലോ. ഇതിന് ഇനിയിപ്പോ ആരും തുടങ്ങിയാൽ തന്നെ സമയമല്ല. പിന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വെച്ചിട്ട് കാര്യമല്ലല്ലോ. ഇത് ഇന്നോ നാളെ പോന്തണം, അതിനൊരു പ്രസക്തിയുള്ളൂ. പിന്നെ മാത്രമല്ല ഇത് എന്താ വെച്ചാല് 600 അടി എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. പല പ്രതിസന്ധികളും ഇതിന് നേരിടുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ തന്നവർക്കൊക്കെ നമ്മൾ ഈ സമയത്ത് നന്ദിയും കാര്യങ്ങളും അർപ്പിക്കുകയാണ്. മുമ്പൊക്കെ നമ്മൾ ഫ്ലക്സ് കാണുമ്പോഴേ ഉയരത്തിനായിരുന്നു കൂടുതൽ. പക്ഷെ അത് എന്തുകൊണ്ട് ഇപ്പൊ ഉയരം കുറച്ച് ഈ നീളത്തിനും വീതിയിലേക്കും കൂടുതലാണുള്ളത്? അത് ആവർത്തന വിരസത ഒഴിവാക്കാന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. പിന്നെ മറ്റേത് സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അന്ന് പൊക്കിയപ്പോൾ തന്നെ അതൊന്ന് ഒടിഞ്ഞു വീണ് സംഭവമൊക്കെ ഉണ്ടായി. പക്ഷെ ഞങ്ങളത് 24 മണിക്കൂറിന് മുന്നേ വീണ്ടും പൊക്കി. അതാണ് ഞങ്ങൾ മുണ്ടയിൽ അർജന്റീന ഫാൻസ്. ഞങ്ങൾ മാസമാണെന്ന് ആദ്യമായിട്ട് തെളിയിക്കല്ല, ഞങ്ങൾ കൊലമാസമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണ്. മരണമാസമാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ വേൾഡ് കപ്പിന്റെ പ്രതീക്ഷകളൊക്കെ? എന്തായാലും അർജന്റീന പ്രാവശ്യം വീണ്ടും മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് മെസ്സി വീണ്ടും നേടും. വേൾഡില് വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അർജന്റീന വേൾഡ് കപ്പും തൂക്കും. അതിനൊരു സംശയമല്ല. അത്രേ ഉള്ളൂ. ഫാൻസാണ് ഒരു 600 വെച്ച് ഇന്നത്തെ ഒറ്റ ദിവസമുള്ളൂ ഞങ്ങൾക്കുള്ളത്. അതിൽ ഞങ്ങൾ 750. ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, 600-ന് മുകളിൽ ഇവിടെ ബ്രസീൽ വെക്കുകയാണെങ്കിൽ
ഞങ്ങൾ വീണ്ടും അതിന് മുകളിൽ വെക്കും. ഓക്കെ, പക്ഷെ അവര് ഇനിയും വീണ്ടും നീട്ടുകയാണെങ്കിൽ അവർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് വരെയല്ലേ നീട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ പുറം പോവല്ലേ. സത്യം പറഞ്ഞാലേ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് ഇപ്പൊ ഇത്രയും വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് ഫിറ്റ് ചെയ്യേണ്ട ടൈമുള്ളൂ. 3 മണിക്കൂർ കേരള വിഷൻ ചാനല് 3 മണിക്കൂർ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ പൊന്തിരിക്കും. 700 അതുക്ക് മേലെ 800 ഉണ്ടാവും ചിലപ്പോ. അതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയി. നിങ്ങള് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇതിന് കൂടെ ഞങ്ങൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ 600 മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇഞ്ഞും ചൊറിഞ്ഞാല് ഞങ്ങൾ ഞങ്ങള് ചൊറിഞ്ഞും കൊണ്ടേ നിൽക്കും, ഓരോ മാന്യം കൊണ്ടേ നിൽക്കും. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള വിഷയമല്ല. ഓലാണ് ഫസ്റ്റ് ചോർഞ്ഞത്. അർജന്റീനക്കാരാണ് ഫസ്റ്റ് ചോർഞ്ഞത്. ബ്രസീലുകാരൊന്നും മാന്തി കൊടുത്തു. ഇഞ്ഞും ഞങ്ങൾ ചൊറിയും. ഇന്ന് രാത്രി 12 മണിയോടെ എല്ലാ അധ്യായങ്ങളോട് പൂർത്തിയാകണം. ഞങ്ങൾക്കൊരു 3 മണിക്കൂർ ടൈം ഉള്ളി. മത്സരം തുടരാണ് ഇവിടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കത് പ്രിന്റ് നമുക്ക് എല്ലാവർക്കും ഒന്ന് അർജന്റീനയ്ക്ക് വേണ്ടി നമുക്കൊരു വാമസ് കൊടുക്കാം. റെഡിയല്ലേ? എന്താണെങ്കിലും ഫുട്ബോളിന്റെ ആവേശം മുണ്ടയിലിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സിന്റെ ഉയരം കൂടിക്കൊണ്ടേയിരിക്കും. ബ്രസീലിന്റെ വെല്ലുവിളി വന്നിട്ടുണ്ട്. ബ്രസീൽ അത് മറികടന്ന് ഈ അർജന്റീനയുടെ ഈ 630 അടിയിലേറെ വലിപ്പമുള്ള ഫ്ലക്സിനേക്കാൾ ബ്രസീൽ വെച്ചാൽ വീണ്ടും അതിന് മുകളിലേക്ക് വരുമെന്നാണ് അർജന്റീന പറയുന്നത്. എന്താണെങ്കിലും ലോകകപ്പ് എവിടെയാണെങ്കിലും അതിന്റെ ആവേശം മലപ്പുറത്താണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അനുമോദം ഒന്ന് അന്തം വിട്ടു എന്ന് തോന്നുന്നു. എന്താണെങ്കിലും അർജന്റീനയുടെ ആ പടുകൂറ്റൻ ആ ഫ്ലക്സ് കണ്ടിട്ട് എന്നുള്ള ആവേശം അത് മലപ്പുറത്ത് എല്ലാ കാലത്തും എല്ലാ ലോകകപ്പ് സമയത്തുമുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗിഫ്റ്റി എന്നാലും വളരെ സന്തോഷം. ഒറ്റൊരു ചോദ്യത്തിൽ മാത്രം അവസാനിപ്പിക്കുകയാണ്. ആരായിരിക്കും ഈ ലോകകപ്പിലെ കറുത്ത കുതിര? അത് ഒന്നില്ലെങ്കിൽ ജപ്പാനോ അല്ലെങ്കിൽ എനിക്ക് ഫ്രാൻസും പറയാൻ കഴിയില്ല. ഫ്രാൻസ് ആണ്. ജപ്പാൻ ചിലപ്പോൾ ഒരു അട്ടിമറി മറിക്കുന്നതാണ് എന്റെ ഒരു കഴിഞ്ഞ മൊറോക്കോ പോലെ അല്ലേ? ഓക്കെ, എന്നാലും പ്രവചനങ്ങൾ ഒക്കെ ഇങ്ങനെ നടക്കുന്നു. പ്രവചനങ്ങൾ അത് എത്രത്തോളം കഴിയുമെന്നുള്ള ജൂലൈ 19 മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. എന്നാൽ ലോകകപ്പിന്റെ ആരവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ ഫുട്ബോൾ ആരവത്തിലാണ് നമ്മൾക്ക് വീണ്ടും കാണാം. നാളെ രാത്രി 8 മണിക്കും ഫുട്ബോളും ഒപ്പം പകൽ ബുള്ളറ്റിനുകളിലും ഫുട്ബോൾ ലോകകപ്പിന്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.